അധികാരം കിട്ടും മുൻപ് തന്നെ കോൺഗ്രസിൽ കസേര കളി തുടങ്ങിക്കഴിഞ്ഞു. സീറ്റ് നിർണയത്തിന്റെ ക്ഷീണം വിട്ടുമാറും മുമ്പാണ് ഈ വടംവലി എന്ന് ഓർക്കണം. പോസ്റ്ററും ഫ്ലെക്സ് ബോർഡുകളുമെല്ലാം തയ്യാറാക്കിയ നിരവധി നേതാക്കൾ പട്ടികയ്ക്ക് പുറത്തായപ്പോൾ അതിന്റെ അലയൊലികൾ പാർട്ടിയിൽ ഇനിയും അടങ്ങിയിട്ടില്ല. അപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ സജീവമായത്. തെരഞ്ഞെടുപ്പ് ഗോധയിൽ വിയർക്കുന്നതിന് മുൻപേ ജയമുറപ്പിച്ച് മുഖ്യമന്ത്രി കസേര വലിച്ചിരുന്ന പഴയ കോൺഗ്രസ് ശൈലിക്ക് ഇത്തവണയും മാറ്റമില്ലെന്ന് തന്നെ പറയാം. ഭരണം കിട്ടുമോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ നേതാക്കൾക്കിടയിൽ പോലും ഉറപ്പില്ലെങ്കിലും കിട്ടിയാൽ അത് ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ അടി തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഉണ്ടായ ഈ പുതിയ മുഖ്യമന്ത്രി തർക്കം കോൺഗ്രസിനെ വലിയൊരു വെട്ടിലാക്കിയിരിക്കുകയാണ്. സതീശന്റെ പടയൊരുക്കം വിജയിക്കുമോ അതോ ചെന്നിത്തല വീണ്ടും അമരത്തെത്തുമോ എന്ന ചിന്തയിലാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങളുമായി പടയൊരുക്കം നടത്തി മുന്നേറുന്നതിനിടയിലാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ ആ മോഹങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്നത്. ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന സതീശനെ ഞെട്ടിച്ചുകൊണ്ടാണ് മുതിർന്ന നേതാക്കളുടെ പുതിയ നീക്കങ്ങൾ. നമ്മൾ ജയിച്ചാൽ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയായിരിക്കുമെന്ന PJ കുര്യന്റെ അപ്രതീക്ഷിത പ്രവചനം വന്നതോടെ സതീശന്റെ പടയൊരുക്കം പാതി വഴിയിൽ പഞ്ചറായ മട്ടാണ്. പണ്ട് ഐശ്വര്യ കേരള യാത്ര നയിച്ചിട്ടും ഭരണം കിട്ടാത്തതിനാൽ കൈവിട്ടുപോയ മുഖ്യമന്ത്രി പദം ഇത്തവണ ചെന്നിത്തലയെ തേടി വരുമോ എന്നതാണ് ഇപ്പോൾ അണികളുടെ പ്രധാന സംശയം. KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ കൂടി ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി എത്തിയതോടെ കോൺഗ്രസിലെ ആഭ്യന്തര കലകം മുറുകിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ താൻ തഴയപ്പെട്ടതിലും സതീശനും KC വേണുഗോപാലും കാണിച്ച ആധിപത്യത്തിലും കടുത്ത അമർഷത്തിലാണ് സുധാകരൻ. ഈ വിരോധം തീർക്കാൻ സുധാകരൻ കണ്ടെത്തിയ വജ്രായുധമാണ് രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്ഥാനം. ഓരോരുത്തരും സ്വന്തം താല്പര്യപ്രകാരം ഓരോന്ന് പറയുന്നു. അങ്ങനെ ഒരു ചർച്ച പാർട്ടിയിലില്ല എന്ന് പറഞ്ഞ് സതീശൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. PJ കുര്യന്റെ പരാമർശത്തെ തള്ളിക്കളയാനാവട്ടെ സതീശനും കഴിയുന്നില്ല. അതേസമയം അത് അംഗീകരിച്ചാൽ സ്വന്തം മുഖ്യമന്ത്രി മോഹം എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്യും. ജയിക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രിയെ വാഴിക്കാൻ കാട്ടുന്ന ഈ ആവേശം പൊതുജന മധ്യത്തിൽ കോൺഗ്രസിനെ പരിഹാസ്യരാക്കുകയാണിപ്പോൾ. ഇരിക്കാൻ പറയും മുൻപേ കാല് നീട്ടുന്ന ഈ കോൺഗ്രസ് രീതി കനത്ത പരാജയത്തിലേക്ക് പാർട്ടിയെ തള്ളിവിടുമോ എന്ന ഭയത്തിലാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകരും.